നമ്മുടെ ടെക് സീരീസിന്റെ തുടക്കമാണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഹുവാവയുടെ ഹോണർ ബാൻഡ് 3ന്റെ അൺബോക്സിങ്ങും ഇൻ ഡെപ്ത് റിവ്യൂ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ 11ന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഗായ്സ്, നമ്മൾ ഹോണർ ബാൻഡ് 3ന്റെ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിത് ഓൾറെഡി അൺബോക്സ് ചെയ്തു ഞങ്ങൾക്ക് റിവ്യൂ വീഡിയോസ് എടുക്കാൻ വേണ്ടി. സോ ഇത് നല്ലൊരു കേസിങ്ങിലാണ് വരുന്നത്. ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. സോ നമുക്ക് തുറന്നു നോക്കാം. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ കേസിങ് പരിചയപ്പെടാം. സോ ഇവിടെ പറയുന്നത് ഹോണർ ബാൻഡ് 3 വാട്ടർ റെസിസ്റ്റന്റ് അപ് ടു 50 meters ആൻഡ് ഹെർട്ട് റേറ്റ് റിസ്റ്റ് ബാൻഡ് ആണ്. ദെൻ സ്ലീപ്പ് മോണിറ്ററിങ്, ഹെർട്ട് റേറ്റ് മോണിറ്ററിങ്, നോട്ടിഫിക്കേഷൻസ്, ദെൻ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ബാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ബ്രാൻഡിങ്ങിനെ പറ്റിയും. ദെൻ ഇറ്റ്സ് ക്യു ആർ കോഡ്, അങ്ങനെയൊക്കെയാണ്. സോ നമ്മുടെ ബാൻഡ് നമുക്ക് അഴിച്ച് എടുക്കാം. സോ നമുക്ക് ബാൻഡിനെ പറ്റി പിന്നെ കാണാം. നമുക്ക് ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് നോക്കാം. സോ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡാണ്. അതിനെപ്പറ്റി നമ്മൾ പോകുന്നില്ല. സോ ഇതാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത് നമുക്ക് റെഫർ ചെയ്യാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഹുവാവേ വിയർ ആപ്പും ദെൻ ഹുവാവേൻ്റെ ഹെൽത്ത് ആപ്പും ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ്. സോ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വേറെ കിട്ടുന്നത് ഒരു USB കേബിളാണ് ചാർജ് ചെയ്യാൻ വേണ്ടി. അതിന് ചെറിയ ലെങ്ത്തേ ഉള്ളൂ. നിങ്ങളുടെ ചാർജർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇത് ഹോണർ ബാൻഡിൻ്റെ ക്രേഡിലാണ്, ചാർജിങ് ക്രേഡിലാണ്. ഇവിടെ പ്ലഗ് ഇൻ ചെയ്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് വാച്ചിൻ്റെ ബാക്ക് സൈഡിനോട് അറ്റാച്ച് ചെയ്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ നമ്മൾ ചാർജിങ് എങ്ങനെ ചെയ്യുന്നത് അടുത്ത് കാണും, വീഡിയോൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. സോ ഇതാണ് ഇനീഷ്യൽ അൺബോക്സിങ്. നമ്മളിനി ബാൻഡിൻ്റെ കൂടുതൽ കാര്യം പരിചയപ്പെടാൻ പോവുകയാണ്. സോ നമ്മൾ ഹോണർ ബാൻഡ് 3ന്റെ ഫിസിക്കൽ ഓവർവ്യൂ ആണ് നോക്കുന്നത്. ആൻഡ് നമുക്ക് ഫ്രണ്ടിൽ ഒരു നല്ല സാമാന്യം വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ് കമ്പനി നൽകുന്നത്. മറ്റുള്ള വാച്ചിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ആൻഡ് നല്ല ബ്രൈറ്റ് ആണ്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ അത്ര പെർഫോമൻസ് പോരാ ഹോണർ ബാൻഡ് 3. ആൻഡ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കൊരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ് കിട്ടുന്നത്. ഈ സ്ട്രാപ്പ് TPU മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹെർട്ട് റേറ്റ് മോണിറ്റർ കിട്ടിയിട്ടുണ്ട്. സോ നല്ല ഹെർട്ട് റേറ്റ് ട്രാക്കിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെ ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയ ടച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബാൻഡ് ഓവറോൾ നല്ല സ്ട്രക്ചറാണ് ഇതിന്. പിന്നെ ഇത് നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി ഫിറ്റിംഗ് ആണ്. സോ നമുക്ക് എക്സ്ട്രാ ഇത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്ക്രൂസ് അൺപ്ലഗ് ചെയ്ത് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ചാർജിങ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ക്രേഡിൽ ഇതിനോട് കിട്ടുന്നുണ്ട്. അത് അറ്റാച്ച് ചെയ്താണ് ചാർജിങ് ചെയ്യുന്നത്. സോ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. സോ ഇതുപോലെ ക്രേഡിൽ ഇതിനോട് അറ്റാച്ച് ചെയ്താണ് ചാർജിങ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് USB കേബിൾ ഇതുപോലെ പ്ലഗ് ചെയ്താണ് നമ്മൾ ചാർജിങ്ങിനായിട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ റിവ്യൂ. നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് മോഡ്സ് കാണാം. ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ എത്ര സ്റ്റെപ്സ് ഒരു ദിവസം നടന്നു എന്നത് കാണിക്കുന്നു. പിന്നെ നമ്മുടെ ഹെർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. ആഫ്റ്റർ ദെൻ ഔട്ട്ഡോർ റണ്ണിങ്ങിനെ പറ്റി കാണിക്കുന്നു. ദെൻ സ്വിമ്മിങ് ട്രാക്കിംഗ് ആണത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കുന്നത് ഇൻഡോർ ആണ്. സോ അത്രയാണുള്ളത്. ഇവിടെ പിന്നെ ബ്ലൂടൂത്ത് മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി സ്റ്റാറ്റസ് ആസ് വെൽ ആസ് ദ ടൈം, ഡേറ്റ്, ദെൻ അവർ സ്റ്റെപ്സ്. ഈ ഫിറ്റ്നസ് ബാൻഡിൽ കോൾ നോട്ടിഫിക്കേഷൻസ്, കോൺടാക്ട് നെയിം അടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.
ഹോണോ ബാൻഡ് 3യിൽ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ റണ്ണിങ്ങിനും സ്വിമ്മിങ്ങിനും സെപ്പറേറ്റ് മോഡ്സ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കലോറി ട്രാക്കിങ്ങും ഡിസ്റ്റൻസ് കവേർഡും ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ഫിറ്റ്നസ് ബാൻഡ് 3 കളർ വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡൈനാമിക് ഓറഞ്ച്, നേവി ബ്ലൂ, കാർബൺ ബ്ലാക്ക്. 2700 റുപ്പീസാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഈ വാച്ച് വാങ്ങുവാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അത് ട്രൈ ഔട്ട് ചെയ്യുക. ആക്യുറേറ്റ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഈ ബാൻഡ് നൽകുന്നു. ഈ ബാൻഡിന് 0.91 ഇഞ്ച് മോണോക്രോം ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത്. 128x32 പിക്സൽസ് റെസൊല്യൂഷനിലാണ് ഇത് വരുന്നത്. പീഡോമീറ്റർ, ആക്സിലറോമീറ്റർ, ഇൻഫ്രാറെഡ് സെൻസർ ഇത് മൂന്നും ഈ ബാൻഡിൻ്റെ ട്രാക്കിംഗ് ഫെസിലിറ്റി സ്പെഷ്യലാക്കുന്നു. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ബാൻഡിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് സൈഡ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2500 റുപ്പീസിനും 3000നും ഇടയിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഹോണോ ബാൻഡ് 3 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വാല്യൂ ഫോർ മണിയാണ് ആൻഡ് ബാങ്ക് ഫോർ ബക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ രണ്ടാമതായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ആക്യുറേറ്റ് ആണ്. ആക്യുറേറ്റ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ആണ് ഇതിന് കിട്ടുന്നത്. മൂന്നാമത്തെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെപ്പ് ട്രാക്കിംഗ് വളരെ മികച്ചതാണ്. മറ്റുള്ള ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹോണോ ബാൻഡ് 3ൻ്റെ സ്റ്റെപ്പ് ട്രാക്കിംഗ് സൂപ്പർബായിട്ടുള്ള സ്റ്റെപ്പ് ട്രാക്കിംഗ് ആണ്. വേണ്ടാത്ത അൺവാണ്ടഡ് സ്റ്റെപ്സ് ഒന്നും കൗണ്ട് ചെയ്യുന്നില്ല. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ സ്ലീപ്പ് ട്രാക്കിംഗ്. സ്ലീപ്പ് ട്രാക്കിംഗ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ്. ആൻഡ് കൃത്യമായിട്ടുള്ള സ്ലീപ്പ് ട്രാക്കിംഗ് നമുക്ക് കിട്ടും. പക്ഷേ അതിന് സ്ലീപ്പ് ട്രാക്കിംഗ് ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കില്ല, ബാൻഡിൽ വ്യൂ ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആപ്പിൽ നിങ്ങൾക്ക് കൃത്യമായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷനാണ്. നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷൻ വേണമെങ്കിലും, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഏത് ആപ്ലിക്കേഷൻ്റെ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ ഇതിന് ഓണാക്കിയിടാം. മുൻപുണ്ടായിരുന്ന ഹോണോ ബാൻഡ് 2നെ അപേക്ഷിച്ച് അതിൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ ഈ ഹോണോ ബാൻഡ് 3ക്കകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജസ് കറക്റ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അത് എനിക്കൊരു വളരെ നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ കോൾസ്, അലാറം എല്ലാം ഇതിനകത്ത് ഓസമാണ്. സൂപ്പർബായിട്ടുള്ള ബാൻഡ് ഫീച്ചറാണ് അതൊക്കെ. ഹോണോ ബാൻഡ് 3ൻ്റെ നെഗറ്റീവ് സൈഡ്സാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റത്തെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 30 days ബാറ്ററി ബാക്കപ്പാണ്. എന്നാൽ നമുക്ക് ഇതിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും സ്ലീപ്പ് ട്രാക്കിങ്ങും ഓണാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടിപ്പിക്കൽ 10 daysലേക്ക് അല്ലെങ്കിൽ 7 to 10 daysനിടയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുകയുള്ളൂ. ആൻഡ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിനൊരു നല്ല ഡിസ്പ്ലേ ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻഡോർ കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ നൽകുന്നത്. എന്നാൽ ഔട്ട്ഡോറിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല. എല്ലാ ഫിറ്റ്നസ് ട്രാക്കറും ഇതുപോലെ തന്നെയാണ്. എന്നാൽ ഇതിന് കുറച്ചും കൂടി ആവാമെന്ന് ഞങ്ങൾക്ക് തോന്നി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഹുവാവേ വിയർ ആപ്ലിക്കേഷനും ഹുവാവേ ഹെൽത്ത് ആപ്ലിക്കേഷനുമാണ് ഇതിൻ്റെ നമുക്ക് ഇത് സിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നി ഹുവാവേ വിയർ ആപ്ലിക്കേഷൻ പ്രോപ്പർ അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകുന്നു ബ്ലൂടൂത്തുമായിട്ട്. സോ അതിനൊരു അപ്ഡേറ്റ് കമ്പനി കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അതാണ് ഇതിൻ്റെ കൃത്യം നെഗറ്റീവ്സ് പറയാനുള്ളത്. സോ ഹോണോ ബാൻഡ് 3ൻ്റെ കട്ട റിവ്യൂവിന് ശേഷം നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും ദിസ് ഇസ് ഡോണി മച്ചാൻ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ മച്ചാൻ ജെറിൻ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യും.